ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ശരീരഭാരം കുറയ്ക്കുന്നതിന്, ശരീരത്തിൽ അടിഞ്ഞുകൂട്ടുള്ള കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നതിന് എല്ലാം തന്നെ പലരും ഇന്ന് ചിയാ സീഡ്സിനെ ധാരാളമായിട്ട് ആശ്രയിക്കാറുണ്ട്. ഇവ നമുക്ക് കഴിക്കാൻ എളുപ്പമാണ്, എല്ലായിടവും ഇത് ലഭിക്കുകയും ചെയ്യും. ഏത് പ്രായത്തിലുള്ളവർക്കും വലിയ സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് ആവറേജ് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്ന ചിയാ സീഡിന്റെ അളവ് എന്ന് പറയുന്നത് 1 സ്പൂൺ മുതൽ മാക്സിമം ഒരു ചെറിയ 2 ടേബിൾ സ്പൂൺ ആണ്. ചിയാ സീഡ്സ് എന്ന് പറഞ്ഞ സംഭവം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോളി. ഇതാണ് കേട്ടോ, ഈ ഒരു വിത്താണ്. തടി കുറയാൻ ഇതിലും നല്ലൊരു എളുപ്പ വഴി വേറെ ഇല്ല കേട്ടോ. കാരണം ഇതിനൊരു പ്രത്യേക രുചിയോ ഒന്നും ഇല്ല. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും. ഒരുപാട് സമയമൊന്നും വേണ്ട. എന്നാലും ഇത് നമ്മൾ ഒരാഴ്ച കുടിക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു മാറ്റം കാണും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത്, ഡോക്ടർ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, ഏറിപ്പോയാൽ 2 ടേബിൾ സ്പൂണേ കഴിക്കാൻ പാടുള്ളൂ എന്ന്. അപ്പോൾ നമുക്കിത് ഒരു ദിവസം 1 ടേബിൾ സ്പൂൺ വെച്ച് കഴിച്ചാൽ തന്നെ നല്ലോണം തടി കുറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് ചിയാ സീഡ്സ് എടുത്തിട്ട് ഒരു ഗ്ലാസ്സിൽ ഒരു നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ല പോലെ സ്പൂൺ വെച്ചിട്ട് ആ ഒരു സ്പോട്ടിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ചിയാ സീഡ്സ് എന്ന് പറഞ്ഞാൽ സബ്ജ സീഡ്സ് പോലെയല്ല. സബ്ജ സീഡ്സ് നമ്മൾ സാധാരണ ഏത് വെള്ളത്തിലിട്ടാലും അതവിടെ പെട്ടെന്ന് കുതിർന്ന് കിട്ടും. ഒട്ടിപ്പിടിക്കുക കട്ട പിടിക്കുക ഒന്നും ചെയ്യൂല. പക്ഷേ ഈ ചിയാ സീഡ്സ് എന്ന് പറഞ്ഞത് പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ടാൽ, ഇനിയിപ്പോൾ ചുടുവെള്ളത്തിലായാലും തണുത്ത വെള്ളത്തിലായാലും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു സ്പൂട്ടിൽ തന്നെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോഴാണിത് നല്ല ഒറ്റിട്ടിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനൊന്നുമില്ല. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ്. തടി കുറയാൻ വേണ്ടിയിട്ട് ഇതിലും നല്ലൊരു എളുപ്പ വഴി ഇനി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇനി ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. കാരണം യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് ആർക്കും, ചെറിയ കുട്ടികൾ മുതൽ വലിയ പ്രായമായ ആളുകൾക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. പിന്നെ ചില സംഭവങ്ങളൊന്നും ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റില്ല, ചിലത് വയസ്സന്മാർക്ക് കഴിക്കാൻ പറ്റില്ല, ചിലത് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ആർക്കും കഴിക്കാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി തടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, എത്ര വണ്ണം കൊഴുപ്പും ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഡെയിലി ഇതൊന്ന് കുടിച്ചോളി കേട്ടോ. വലിയ ചിലവോ കാര്യമൊന്നുമില്ല, യാതൊരു വിധത്തിലുള്ള രുചി വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ വണ്ണം കുറയാൻ ഏറ്റവും ഉപകാരമുള്ളൊരു സംഭവം കൂടെയാണ് ചെറുനാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങൻ്റെ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. ഈ തേനും നമ്മൾ തടി കുറക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ തേന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതേനാണ്, നിങ്ങൾക്ക് ഏത് തേനാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു 3 സംഭവങ്ങളും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് സംശയമുള്ള ആളുകളുണ്ടാവും, ഇത് കുടിച്ചാൽ നമ്മൾ തടി കുറയുമോയെന്ന്. ഇത് തടി കുറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്കിത് കുടിച്ച് കഴിഞ്ഞാൽ, നമ്മൾ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതൊരു പായൽ പോലെ നമ്മൾ വയറിൻ്റെ ഉള്ളിൽ കിടക്കും. അപ്പോൾ പിന്നെ എന്താ പറയുക, നമുക്ക് വിശപ്പ് ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം ഒന്ന് ഇതാക്കണം, എങ്ങനെ നല്ലോണം കുതിർത്തെടുക്കണം. അപ്പോൾ ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ഇത് നല്ലോണം കുതിർന്നിട്ടൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് വിശപ്പില്ലാതിരിക്കും. പക്ഷെ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ ഈ ഒരു ചിയാ സീഡ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ ആ ഒരു വെജിറ്റബിൾസിൻ്റെ അളവ് ഒന്ന് കുറക്കുക. പ്രോട്ടീനുള്ള എന്ത് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ അളവൊന്ന് കുറക്കണം കേട്ടോ. കാരണം നമ്മളിത് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കുടിക്കുന്ന സമയത്ത് ഒരുപാട് പ്രോട്ടീൻ നമ്മൾ ശരീരത്തിലേക്ക് കണക്കിലേറെ ചെല്ലാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ആ ഡോക്ടർ പറയുന്ന വീഡിയോകളൊന്ന് കേട്ട് നോക്കണം. പക്ഷെ എന്താ അറിയോ, എനിക്ക് ഡോക്ടർ പറഞ്ഞത് മുഴുവനായിട്ട് ഇതിൽ ഇടാൻ പറ്റൂല. കാരണം മറ്റൊരാളെ വീഡിയോ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ട് എന്നല്ല, പറ്റൂല, കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് മുഴുവനായിട്ട് ഇടാത്തത് കേട്ടോ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കേട്ടാൽ ഇത് നമ്മൾ ഒഴിവാക്കൂല. കാരണം ചില സംഭവങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് ചില ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിന് പറ്റാത്തുണ്ടാവും. ചിലതൊക്കെ ഇത്രയും ആളുകളുണ്ട് തേനൊക്കെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് വെറും വയറ്റിലൊക്കെ കഴിക്കുന്ന ആളുകൾ. അതൊക്കെ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ലോണം തടി കുറയും, പക്ഷെ വേറെ അസുഖങ്ങൾ വരും.
ഇത് നിങ്ങൾക്കൊരു സൂപ്പർ ഫുഡായിട്ട് കഴിക്കട്ടോ. രാവിലെ കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനൊരു ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് ഭക്ഷണത്തോട് ആർക്കും ആവശ്യം വരുമ്പോഴാണല്ലോ നമുക്ക് ക്ഷമ അറ്റിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീന് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ നമുക്ക് കിട്ടുകയാണ്. നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഈ ചിയ വിത്ത് എന്ന് പറഞ്ഞാൽ പോഷക സമൃദ്ധമായ ഒരു കലവറയാണ്. ഇതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള വിറ്റാമിനുകൾ, ധാതുക്കൾ അതുകൊണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നാരുകൾ, പ്രോട്ടീന്, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, കാൽസ്യം, മഗ്നീഷ്യം, ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ചിയ സീഡ്സ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളിത് പതിവായി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് മൊത്തത്തിലുള്ള പോഷക കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും സഹായിക്കുന്നതിനും ഇത് കഴിയും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയാൻ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ പട്ടിണി കിടന്നിട്ട് നമ്മൾ തടി കുറക്കുന്നുണ്ടല്ലോ. പട്ടിണി കിടന്നിട്ട് തടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ്, അൾസർ, പുണ്ണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരും. നമുക്ക് ശരീരം ക്ഷീണിച്ച് അവശയായിട്ട് അസുഖങ്ങൾ വന്നിട്ട് പിന്നെ അതിനുള്ള ചികിത്സക്ക് പോവേണ്ടി വരും. പക്ഷേ ഇത് നമ്മൾ പട്ടിണി കിടന്നിട്ട് നമ്മൾ ഒരുപാട് ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മൾ വ്യായാമം ചെയ്യണമൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ശരീരത്തിന് ഒരുപാട് നല്ല നല്ല വിറ്റാമിനുകളും പ്രോട്ടീനുകളും നമ്മൾ ഈ പറഞ്ഞ സംഭവങ്ങളുണ്ടല്ലോ, ഈ ഒരു വിത്തിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ അതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണം. അപ്പോൾ ആ ഒരു സാധനം കൂടി, ആ പോഷകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടിക്കൊണ്ടാണ് നമ്മൾ തടി കുറക്കുന്നത്. അപ്പോൾ ഇതൊരു ടേബിൾ സ്പൂൺ നമ്മുടെ രാവിലെ അല്ലെങ്കിൽ ഉച്ചക്കോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി കുറയും ചെയ്യും. പിന്നെ നമ്മൾ ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ കുറേ കമൻ്റ് ഉണ്ടാവും, ആവശ്യമുള്ളത് പറഞ്ഞിട്ട് പോയാൽ പോരെ, ആവശ്യമില്ലാത്ത ഇങ്ങനെ പറയണമെന്ന്. പക്ഷെ നമ്മളൊരു കാര്യം പറഞ്ഞു തരുമ്പം അതിനെ കൊണ്ട് അത് ഈ ഒരു ഫുഡിൽ ഈ ഒരു ചിയ സീഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് നിസ്സാരമായി കാണുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്നും ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറക്കാൻ ഇത്രയും നല്ല ഒരുപാട് ഡോക്ടറാണ് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിക്കും. പക്ഷെ ഞാൻ പറയുമ്പോൾ എന്തൊക്കെയോ വിടുകയാണെന്ന് വിചാരിക്കും. പക്ഷെ ഡോക്ടറെ വീഡിയോ വിടാൻ വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എനിക്കറിയണ അറിവ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ കുറഞ്ഞ പൈസയേ ഉള്ളൂ. ഒരു 80 രൂപ ഒക്കെ കൊടുത്താൽ 100 ഗ്രാമൊക്കെ കിട്ടും. 100 ഗ്രാം കിട്ടിയാൽ നമുക്ക് ഒരുപാട് ദിവസം ഇത് കുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂൺ വെച്ച് കുടിച്ചാൽ മതി കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും കുടിക്കാം. രാവിലെ വെറും വയറ്റിൽ കുടിക്കുകയാണെങ്കിൽ അത്രയും നന്ന്. രാവിലെ ആകുമ്പോൾ നമുക്ക് രാത്രി വരെ പിന്നെ എല്ലാം ഇതിലുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രോട്ടീൻ നല്ല ഉള്ളതുകൊണ്ട് തന്നെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഏത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഒന്ന് കുറക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് നമുക്ക് വണ്ണം കുറക്കാൻ പറ്റുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യണം, പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും അല്ലേ, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.